ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു ആംപ്ലിഫയറാണ്. ആംപ്ലിഫയറിൻ്റെ ഈ ട്രാൻസ്ഫോമറാണ് കംപ്ലൈൻറ്റ്. കണ്ടോ, ശ്രദ്ധിച്ചാൽ കാണാം, ബൾജ് ചെയ്ത് ഇരിക്കുന്നു. ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡ് മൊഡ്യൂൾ ടൈപ്പ് ബോർഡാണ്. 2.1 ബോർഡാണ്. നമ്മൾ ഇതിൽ പുതിയതായിട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോമർ ഇതാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് 2 സപ്ലൈയാണ് വരുന്നത്. 18018 12012. ഔട്ട്പുട്ട് മാത്രം 6 വയർ വരും. പഴയ ട്രാൻസ്ഫോമറിൻ്റെ വയർ കട്ട് ചെയ്ത് ഇളക്കി മാറ്റാം. പുതിയ ട്രാൻസ്ഫോമറിൻ്റെ സ്ക്രൂ പിടിപ്പിക്കുന്ന ക്ലാമ്പ് ഗ്യാപ്പിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഒരു ഹോൾ കൂടി അഡീഷണൽ അടിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു ഹോളും കൂടി അടിച്ചത് കൊണ്ട് 3 ക്ലാമ്പ് പിടിപ്പിക്കാൻ സാധിക്കും. ഔട്ട്പുട്ട് വരുന്ന 6 കണക്ഷൻ ഇതാണ്. ഈ ട്രാൻസ്ഫോമർ നിങ്ങൾ വീട്ടിൽ തന്നെ മാറാൻ ആഗ്രഹിക്കുന്നവർ നേരിടുന്ന ഒരു പ്രശ്നം, പഴയ ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല ചില ആംപ്ലിഫയറുകളിൽ. അങ്ങനെ നിങ്ങൾക്ക് വോൾട്ടേജ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആംപ്ലിഫയറും കൂടി കൊണ്ടുപോയി ഷോപ്പിൽ നിന്ന് ട്രാൻസ്ഫോമർ വാങ്ങേണ്ടതാണ്. ഔട്ട്പുട്ട് കണക്ഷൻ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി കൊടുക്കേണ്ടത് AC കണക്ഷനാണ്. AC വേറെ 2 എണ്ണം. അതുപോലെ പുതിയ ട്രാൻസ്ഫോമർ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ വോൾട്ടേജ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഷോപ്പുകാരനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ട്രാൻസ്ഫോമർ കത്തിപ്പോയത് കൊണ്ട് തന്നെ ഫീസ് പോയിട്ടുണ്ടാവും. പ്രൊട്ടക്ഷൻ ഫീസ് മാറ്റിയെടുക്കാം. സാധാരണ പുതിയതായി വാങ്ങുന്ന ട്രാൻസ്ഫോമറുകളിൽ വോൾട്ടേജ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നാൽ ഇതുപോലെ 2 സപ്ലൈ വരുന്ന ട്രാൻസ്ഫോമർ നമ്മൾ കൊണ്ടുവരുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ വാങ്ങുന്ന സമയത്ത് തന്നെ ഷോപ്പിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുക. ഇനി ട്രാൻസ്ഫോമർ വച്ച് മുടുക്കാം. സപ്ലൈ കൊടുക്കുന്ന സമയത്ത് സെറ്റ് ഓണായി വന്നിട്ടുണ്ട്. പാട്ടൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.